നമസ്കാരം. ഈ ക്രിസ്മസ് കുളമാക്കാൻ വേണ്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംഘടനകളും വലിയ രീതിയിൽ തന്നെ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ചില ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ എരിവും പുളിയുമൊക്കെ ചേർത്തുകൊണ്ട് മണിക്കൂറുകളോളം ചെലവഴിച്ച് ഈ ക്രിസ്മസിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാ കുറ്റവും ഹിന്ദുക്കളുടെ തലയിലേക്ക് കെട്ടിവെക്കാനും അതുവഴി കേന്ദ്ര സർക്കാരിനെ പഴിചാരാനും കേന്ദ്ര സർക്കാരിനെ ഒരു കുറ്റത്തിന്റെ മുൻമുനയിൽ നിർത്താനും ഈ ചില ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഇവരുടെയൊക്കെ പണം വാങ്ങി അതിന്റെ കള്ളപ്പണങ്ങൾ വാങ്ങി ജീവിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളും ഇവരുടെ പുറകെ ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം എന്താണെന്നാൽ നിലവിൽ ഇക്കുറി ക്രിസ്മസിന് ഹിന്ദുക്കൾ ക്രിസ്ത്യൻ സമുദായത്തിനും ക്രിസ്മസിനും എതിരാണ് എന്ന രീതിയിൽ വാർത്തകൾ വ്യാപകമായി തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ശരവേഗത്തിലാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം. ഈ വാർത്തകളുടെ പുറന്തോട് നീക്കി നോക്കിയാൽ യാതൊരു കഴമ്പുമില്ലാത്ത യുക്തിഭദ്രമല്ലാത്ത കാര്യങ്ങളാണ് വലിച്ചു കെട്ടി വച്ചിരിക്കുന്നത് എന്ന് വേണം കാണാൻ സാധിക്കും. ഹിന്ദു ക്രിസ്ത്യന് ഒരു വഴക്ക് മുറിപ്പിക്കാനാണ് ഉദയ്ക്കുന്ന ഒരു വാർത്ത നോക്കുക. ഭോപ്പാലിലാണ് സംഭവം നടക്കുന്നത്. BJP നേതാവ് കാഴ്ച പരിമിതിയുള്ള യുവതിയുടെ കരണത്തടിച്ചു എന്നാണ് സംഭവം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് അത്രേ മർദ്ദനം നടന്നത്. ഒരു ക്രിസ്ത്യന് ആരാധനാലയത്തിൽ എത്തിച്ചു കാഴ്ച പരിമിതിയുള്ള യുവതിയെ BJP നേതാവ് അധിക്ഷേപിച്ചത് എന്നാണ് വാർത്ത. ഈ വാർത്ത മറ്റു മാധ്യമങ്ങളിലൊന്നും കണ്ടിട്ടുമില്ല, ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മാത്രമല്ല വാർത്തയ്ക്ക് എരിവും പുളിയും കയറ്റാൻ പല ഘടകങ്ങളും ചേർത്തിട്ടുണ്ട്. ഒന്ന്, BJP നേതാവ് യുവതിയെ തല്ലിയത് ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ വെച്ച് തല്ലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് BJPയോട് ദേഷ്യം തോന്നുമല്ലോ. കാഴ്ച പരിമിതിയുള്ള യുവതിയെ BJP നേതാവ് തല്ലി എന്നതും BJPക്കെതിരെ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ എരിവ് കയറ്റാൻ നല്ല ഒരു എലമെന്റ് ആണിത്. ക്രിസ്മസിന് ഹിന്ദുക്കളടക്കം അലങ്കരിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചു എന്നാണ് മറ്റൊരു വാർത്ത. അതായത് ക്രിസ്മസിന് സ്റ്റാറുകളൊന്നും അല്ലെങ്കിൽ പുൽക്കൂടൊന്നും ഹിന്ദുക്കൾ സജ്ജീകരിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കുന്ന വാർത്തയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പറയുന്നു. സാമാന്യ യുക്തിയിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല. ഇത് ഹിന്ദു വിരുദ്ധ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി കെട്ടിച്ചമച്ച വാർത്തകളാണെന്ന് വ്യക്തം. ഈ വാർത്തയ്ക്ക് പിന്നിലെ ലക്ഷ്യം ഹിന്ദുക്കളെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും അകറ്റുക എന്നതാണ്. ഈ വാർത്ത ചമച്ചതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ആണെന്ന് കരുതേണ്ടി വരും. അവിടെയും തീരുന്നില്ല. അതായത് തിന്നുകയല്ല തീറ്റുകയുമില്ല എന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്ഥിതി. ഹിന്ദുക്കളോട് അടുക്കുകയുമില്ല, മറ്റുള്ളവരെ ഹിന്ദു സമുദായവുമായി അടുപ്പിക്കാൻ സമ്മതിക്കുകയുമില്ല. ഇതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തറ പരിപാടി എന്ന് പറയുന്നത്. ഇവരാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഇവർ സൃഷ്ടിക്കുന്നത്. ഏത് രീതിയിലും ഭാരതത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷമാണ് ഡീപ് സ്റ്റേറ്റും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാം എല്ലാം തന്നെ വലിയ രീതിയിൽ പേര് വെച്ച് പിടിക്കുന്നത്. ദില്ലിയിലടക്കം പലതരത്തിൽ ചെറിയ വിഷയങ്ങളിൽ പോലും ഇപ്പോൾ കർഷക സമരമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം SARമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളിലും പൗരത്വ ഭേദഗതി ബില്ലായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലും ഇവർ വലിയ രീതിയിൽ ഒരു കലാപം നടത്താനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ പദ്ധതികളും സ്പോട്ടിൽ തന്നെ നമ്മൾ അടിച്ചു തകർക്കുന്നുമുണ്ട്.